നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ജ്ഞാനദൃഷ്ടിയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതും പറഞ്ഞു പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞാൽ മാത്രം. പ്രതിഷ്ഠയുടെ അന്ന് മോളുടെ വയറ്റത്ത് കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോ കുഞ്ഞ് ആൺകുഞ്ഞാണെന്നും അത് വാസുദേവൻ അദ്ദേഹത്തിന്റെ പുനർജന്മമാണെന്നുള്ള വെളിപാടിനൊപ്പം മറ്റൊന്നുകൂടി വെളിപ്പെടുകയുണ്ടായി. സംരക്ഷിക്കേണ്ടവര് തന്നെ അതിന് വിരുദ്ധമായി. സുഭദ്രയെ വന്ന് കാണാനും ഉൾവിളി ദൈവ സന്ദേശം ഭാവി പ്രവചനം എന്നൊക്കെ പറഞ്ഞ് ശല്യം ചെയ്യാനും ശ്രമിച്ചാൽ അന്ന് തകർക്കും നിങ്ങളുടെ സ്വന്തം തലയും പിന്നെ ഈ തലയും. സംരക്ഷിക്കേണ്ടവർ തന്നെ അതിന് വിരുദ്ധമായി. എന്താ നിർത്തിയത്? ബാക്കി കൂടെ പറയൂ. സംരക്ഷിക്കേണ്ടവർ തന്നെ അതിന് വിരുദ്ധമായി. അല്ല, ആരാ ഇത്? ഈശ്വരി അമ്മ. ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. സുഭദ്ര എന്നും തിരക്കാറുണ്ടായിരുന്നു. ഈശ്വരി അമ്മയ്ക്ക് നമ്മളോട് എന്തോ പറയാനുണ്ട്. പക്ഷേ അമ്മ അത് പറയാൻ ശ്രമിക്കുമ്പോ എന്തോ ഒരു തടസ്സം പോലെ. അത് ചിലർക്ക് അങ്ങനെയാ. അനുഗ്രഹം കൂടുമ്പോ വിറയില് വരും. പിന്നെ പിന്നെ തുള്ളി ഉറഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അമ്മ എന്തൊക്കെയാ പറയുന്നത്? എത്ര വിയർത്താലും തുള്ളിയാലും നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം പറയാൻ പാടില്ലെന്നാ ശാസ്ത്രം. അതാ ഈശ്വരി അമ്മയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്തത്. പക്ഷേ അങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടോ? ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. ഉണ്ടെന്നേ. പ്രത്യേകിച്ചും ഈ ഗർഭാവസ്ഥയിൽ മോൾ ഇനി ശാസ്ത്രം ഒന്നും തെറ്റിക്കാൻ നിൽക്കണ്ട. അതെ അതെ, മാത്രമല്ല ഈശ്വരി അമ്മയെ കണ്ടാലേ അറിയാം എന്തോ ചില ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന്. അമ്മ ഒരു കാര്യം ചെയ്യ, ഈശ്വരി അമ്മയെ ഒന്ന് ആശ്രമം വരെ കൊണ്ടാക്കുക. പാവം ഈശ്വരി അമ്മ ആകെ ക്ഷീണിച്ചിരിക്കുക. വേലയിനുണ്ട് വണ്ടിയില്ല. അതൊന്നും വേണ്ട, ഞാൻ തനിയെ പൊയ്ക്കോളാം. അത് പറ്റില്ല പറ്റില്ല പറ്റില്ല. ഈശ്വരി അമ്മയെ പോലൊരാള് ഈ നാടിന്റെ തന്നെ വിളിച്ചോ? അങ്ങനെ ഒരാളെ കാത്തു സൂക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാ. അമ്മ വരൂ, വരൂന്നേ. ആ വരൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.